ആത്മഹത്യ ചെയ്യാൻ ഒരുങ്ങിയിരിക്കുന്ന അല്ലെങ്കിൽ തീരുമാനം എടുത്തിരിക്കുന്ന വ്യക്തികളാണോ നിങ്ങൾ? ഇവിടെ UAE-ൽ 2-3 ഇപ്പോൾ ആത്മഹത്യ അടുപ്പിച്ച് കേൾക്കാനിടയുണ്ടായി. വളരെ സങ്കടകരമായിട്ടുള്ള രീതിയിൽ. ഞാൻ എൻ്റെ ജീവിതത്തിൽ 2 വ്യക്തികളോടാണ് ആത്മഹത്യ ചെയ്യാൻ തീരുമാനിച്ച് ഉറച്ചിരുന്ന 2 വ്യക്തികളോടാണ് ഞാൻ എൻ്റെ ജീവിതത്തിൽ സംസാരിച്ചിട്ടുള്ളത്. അതിലൊരാളെന്ന് പറയുന്നത് ഫാമിലിയൊക്കെ ഉണ്ട്, വളരെ ഹാപ്പി മാരീഡ് ലൈഫ്, മക്കളൊക്കെ ഉണ്ട്. പക്ഷേ അവരുടെ പ്രശ്നം ഡിപ്രഷനായിരുന്നു. ഡിപ്രഷൻ വന്ന് അവർക്കിപ്പോൾ വണ്ടിയിൽ പോകുന്ന സമയത്ത് വണ്ടിയുടെ ഡോർ തുറന്ന് ചാടാൻ നോക്കുക. അവർ ഡ്രൈവ് ചെയ്യുന്ന വ്യക്തിയാണ്. ഡ്രൈവ് ചെയ്ത് ഓഫീസിലേക്ക് വരുമ്പോൾ എവിടെയെങ്കിലും കൊണ്ടുപോയി ഇടിക്കുക, അല്ലെങ്കിൽ ബിൽഡിങ്ങിൻ്റെ മുകളിലൊക്കെ കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ നിന്ന് ചാടാനായിട്ട് തോന്നുക. നമ്മൾ പറയും ഡിപ്രഷൻ അങ്ങനെ ചെയ്ത് ഓവർകം ചെയ്യണം, ഇങ്ങനെ ചെയ്ത് ഓവർകം ചെയ്യണം. നമ്മൾ കുറേ ഉപദേശങ്ങളോ അല്ലെങ്കിൽ ഡോക്ടേഴ്സ് സൈക്കോളജിസ്റ്റിൻ്റെ അടുത്തൊക്കെ പോകുമ്പോൾ പല രീതിയിൽ അവർ പല അഡ്വൈസ് കൊടുക്കും. പക്ഷേ ഒട്ടും ഈസി അല്ല. ഒരു ഡിപ്രഷൻ ബാധിച്ച ഒരാൾക്ക് അവർക്ക് അറിയാം അത് ഏതിൽ കൂടെയാണ് അവരുടെ കടന്നു പോകുന്നതെന്ന്. അപ്പോൾ ഇവർക്ക് ജീവിക്കുന്നത് ഭയങ്കര ആഗ്രഹമുണ്ട്. ഡെയിലി എന്നെ വിളിക്കും, കരഞ്ഞിട്ട് എന്നെ വിളിക്കും, എനിക്ക് പറ്റുന്നില്ല, ഇത് എങ്ങനെ ഞാൻ, പക്ഷെ ഒരു സന്തോഷവും ഇല്ല, അങ്ങനെ എപ്പോഴും കരയാൻ തോന്നുക, അങ്ങനെയുള്ളൊരു. അപ്പോൾ വിചാരിക്കുകയാണ് ഇങ്ങനെ ജീവിക്കുന്നതിനേക്കാളും ഭേദം മരിക്കുക എന്നുള്ള രീതിയിൽ. അപ്പോൾ ആൾക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ സൈക്കോളജിസ്റ്റിനെയോ സൈക്യാട്രിസ്റ്റിനെയോ ഒന്നും കാണാൻ പോകാനായിട്ട് താല്പര്യമില്ലായിരുന്നു. അപ്പോൾ നമുക്ക് പറഞ്ഞു കൊടുക്കാനുള്ളത് ആസ് യൂഷ്വൽ ഞാൻ എൻ്റെ എല്ലാ വീഡിയോയിലും പറയുന്ന പോലെ എനിക്ക് ആകെ ഇൻട്രൊഡ്യൂസ് ചെയ്ത് കൊടുക്കാനുള്ളത് ഞാൻ പരിചയപ്പെട്ട എൻ്റെ ജീസസ് ക്രൈസ്റ്റിനെ മാത്രമേ ഉള്ളൂ. അങ്ങനെ അവരോട് ഞാൻ പറഞ്ഞു കൊടുത്തു. ഇന്നിപ്പോൾ അവർ ഹാപ്പി ലൈഫ്, വളരെ സന്തോഷമായിട്ട് കുടുംബത്തിൻ്റെ ഒപ്പം ഇന്ന് ജീവിക്കുന്നു. ഇനി വേറൊരു വ്യക്തി എന്ന് പറയുന്നത് ഫാമിലി ലൈഫ് ഒട്ടും ഹാപ്പി അല്ല. ഹസ്ബൻഡാണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എക്സ്ട്രാ മാരിറ്റൽ റിലേഷൻ, അതുപോലെ തന്നെ സ്വന്തം അമ്മയുടെ മുന്നിൽ വെച്ച്, അവർ പ്രഗ്നൻ്റ് ആയിരിക്കുമ്പോൾ അമ്മയുടെ മുന്നിൽ വെച്ച് അടിക്കുക. ഇതൊന്നും എന്നോട് പറഞ്ഞിരുന്നു. ഞാൻ അത്ര ക്ലോസ് ഒന്നും അല്ലായിരുന്നു ഇവരായിട്ട്. അങ്ങനെ ഒരു ദിവസം റാൻഡം ഞാനിങ്ങനെ ഇവർ വിളിക്കുകയാണ്. അപ്പോൾ ഇവരിങ്ങനെ സംസാരിച്ച് വന്നപ്പോൾ ഇവർ ഇതിങ്ങനെ പറഞ്ഞു. എന്നിട്ട് അപ്പോൾ ഇവർ പറയുന്ന ആ ഒരു സംഭാഷണത്തിൽ നിന്ന് എനിക്ക് മനസ്സിലായി ഇവർക്ക് ഈ വ്യക്തിയോട്, ഹസ്ബൻഡ് എന്ന് പറയുന്ന വ്യക്തിയോട് തീർത്താൽ തീരാത്ത ദേഷ്യവും അറപ്പും വെറുപ്പുമാണ്. അപ്പോൾ ഇവർ പറയുന്നത് ഇയാൾ എനിക്ക് എൻ്റെ അടുത്ത് വരുമ്പോൾ എനിക്ക് ആ വീട്ടിൽ കയറി ഇയാൾ കാണുമ്പോൾ എനിക്ക് അറപ്പാണ്, എനിക്ക് അയാൾ ഒന്നും ചെയ്യാൻ പറ്റില്ല. പക്ഷെ നോക്കിക്കോ ഫോൺസി, ഞാനൊരു ദിവസം ഇയാൾക്ക് പണി കൊടുക്കും, ഞാൻ മരിക്കും, അയാൾ ജയിലിൽ പോകണം, അയാൾ അനുഭവിക്കണം, ഞാൻ ചെയ്യാതിരിക്കുന്നത് എൻ്റെ മക്കളെ ഓർത്ത് മാത്രമാണ്. അപ്പോൾ എനിക്ക് മനസ്സിലായി ഈ വ്യക്തി ആത്മഹത്യ ചെയ്യാൻ തീരുമാനിച്ചിരിക്കുന്നത് എന്തിനു വേണ്ടിയാണ്? ഇയാളോടുള്ള റിവെഞ്ചിന് വേണ്ടിയാണ്, അല്ലാതെ വേറെ ഒന്നിനുമല്ല. ഇതിൽ നിന്ന് രക്ഷപ്പെടണം, പക്ഷെ ഒന്നും തിരിച്ച് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിലാണ് ഇവർ നിൽക്കുന്നത്. അപ്പോൾ ഇയാളോട് ആ ഒരു പ്രതികാരം തീർക്കുന്നത് പറ്റിയായി അയാളെ അങ്ങനെ കുറേ കഷ്ടപ്പെടുത്തണം, അങ്ങനെയുള്ള രീതിയിലാണ് ആൾ സംസാരിച്ചതെന്ന് എനിക്ക് മനസ്സിലായി. അപ്പോൾ അതായത് ഇങ്ങനെയുള്ളൊരു അവസ്ഥയിൽ മിക്കവാറും ആൾക്കാർ ആത്മഹത്യ ചെയ്യാനായിട്ട് തീരുമാനിച്ചിരിക്കുമ്പോൾ മനസ്സിലാക്കുക, നമ്മുടെ മനസ്സ് കംപ്ലീറ്റ് ബ്ലോക്ക് ചെയ്ത് വെച്ച്, ഒരു പോസിബിലിറ്റിയും നമ്മൾ കാണാത്ത രീതിയിൽ ബ്ലോക്ക് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇങ്ങനെയുള്ള വ്യക്തികൾ കാണുന്ന വേറൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇവർ ഒരിക്കലും ആരുമായിട്ട്, അതായത് ഇപ്പോൾ ഇയാൾ ഓരോ പ്രാവശ്യം ഇവരെ അടിക്കുമ്പോൾ ആ ആത്മഹത്യ ചെയ്യാനുള്ള അല്ലെങ്കിൽ ഇയാളോട് പ്രതികാരം ചെയ്യാനുള്ള ആ ഒരു ഇത് കൂടി വരികയാണ്. അപ്പോൾ അത് അവർക്ക് അടിക്കുമെന്ന് അവർക്ക് പിന്നെ ഒന്നും തോന്നുന്നില്ല. ഉള്ളിൽ നിങ്ങളെ ഞാൻ കാണിച്ച് തരാടാ എന്നുള്ള മട്ടിലാണ് ഇവരുടെ ആ ഒരു ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. പിന്നെ അടിയും ചവിട്ടും കുത്തും ഒന്നും ഇവർക്ക് പിന്നെ മരവിച്ചു മനസ്സ്. ഒരാളോടും ഇവർ ഷെയർ ചെയ്യൂല. എത്ര ക്ലോസ് ആണെന്ന് പറഞ്ഞാലും ഇവർ ഷെയർ ചെയ്യില്ല. ഇവൻ അപ്പം ഞാൻ ഇവരോട് പറഞ്ഞു, ഇങ്ങനെ അവരോട് സഹതപിക്കാനൊന്നും പോയില്ല, കാരണം ഇങ്ങനെയുള്ളവരോട് നമ്മൾ സഹതപിച്ചിട്ട് യാതൊരു കാര്യമില്ല. അപ്പം ഞാൻ പറഞ്ഞു, ഞാൻ കുറേ സത്യം പറഞ്ഞാൽ എനിക്ക് ദേഷ്യപ്പെട്ടാണ് ഞാൻ സംസാരിച്ചത്. ഞാനിങ്ങനെ പറഞ്ഞു, നിങ്ങൾ ഇത്രയും അധപതിച്ചു പോകരുത്. കാരണം ഒരു ജോലിയുള്ള സ്ത്രീയാണ്. ജോലിയില്ലാത്ത സ്ത്രീയാണെങ്കിൽ ജോലി കണ്ടുപിടിക്കണം, ഇൻഡിപെൻഡൻ്റ്, അങ്ങനെ കുറേ ഇതുകളുണ്ട്. നിങ്ങളൊരു ജോലിയുള്ള ഒരു സ്ത്രീയാണ്, കഴിവുള്ള ഒരു സ്ത്രീയാണ്, നിങ്ങൾക്ക് എഡ്യൂക്കേഷൻ ഉണ്ട്. എന്നിട്ട് നിങ്ങൾ ഈ വകുപ്പ് അപ്പോൾ പറയാണ്, ഇനി ഞാൻ ഇവിടെ ജോലി ഇവിടെ ചെയ്യുന്നത് കൊണ്ട് അയാൾ മിക്കവാറും എൻ്റെ വിസ ക്യാൻസൽ ചെയ്യും, അപ്പോൾ എനിക്ക് ഇവിടെ വർക്ക് ചെയ്യാനും പറ്റില്ല. അപ്പോൾ ഞാൻ ചോദിച്ചു, ഓക്കെ, അയാൾ വിസ ക്യാൻസൽ ചെയ്താലും ഈ കമ്പനിയുടെ വിസയിലേക്ക് നിങ്ങൾക്ക് മാറിക്കൂടെ? അതൊന്നും നടക്കണ കാര്യമല്ല. അപ്പോൾ അതായത് കംപ്ലീറ്റ് തീരുമാനം എടുത്തിരിക്കുന്ന പോലെയാണ്. ഇവർക്ക് ഇൻഡിപെൻഡൻ്റ് ആവാനുള്ള എല്ലാ പോസിബിലിറ്റീസും ഉണ്ട്. അങ്ങനെ പറഞ്ഞ് അങ്ങനെ കമ്പനിയോട് സംസാരിച്ചു, കമ്പനി വിസ കൊടുത്തു, അവർ ഇൻഡിപെൻഡൻ്റ് ആയി. അപ്പോൾ അവർക്ക് ഒന്നും കൂടി ഒരു എനർജിയും അല്ലെങ്കിൽ ഒരു ഹോപ്പൊക്കെ അവരിലേക്ക് തിരിച്ചു വന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു, എന്തെങ്കിലും ഒരു കാലത്ത് ഈ മനുഷ്യൻ നിങ്ങളിലേക്ക് തിരിച്ചു വരുവാണെങ്കിൽ നിങ്ങൾക്ക് ആക്സെപ്റ്റ് ചെയ്യാനായി, കുട്ടികളുടെ ഒരു അച്ഛനാണല്ലോ, അത് ചിലപ്പോൾ വരാം, നമുക്ക് ഉറപ്പില്ല. അപ്പോഴും അവർ പറഞ്ഞു, ഇല്ല, ഞാൻ ഈ മനുഷ്യനെ ഇനി ഒരിക്കലും ഞാൻ ഈ മനുഷ്യൻ്റെ ഒപ്പം ജീവിക്കില്ല എന്നൊക്കെ പറഞ്ഞു. പക്ഷേ വർഷങ്ങൾക്ക് ശേഷം ഞാൻ കേട്ടു അയാൾ കാലുമ വീണ് മാപ്പ് പറഞ്ഞ് അയാൾ തിരിച്ചു വന്നു. ഇന്ന് നല്ല രീതിയിൽ ഒരു കുടുംബജീവിതം അവർ നയിക്കുകയാണ്. അതിൻ്റെ പിന്നിലും ഞാൻ പറയട്ടെ, ഇവരുടെ അമ്മ ഒരു വലിയ വിശ്വാസിയായിരുന്നു. അമ്മ കൈ വിരിച്ച് ഈ മകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത് അമ്മയോട് ഞാൻ സംസാരിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പ്രതീക്ഷ തരുന്ന രീതിയിൽ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നത്, ഇപ്പോൾ നമ്മളോട് ആരെങ്കിലും സംസാരിക്കാൻ വരുവാണെങ്കിൽ അവർക്ക് പ്രതീക്ഷ കൊടുക്കാൻ പറ്റുന്ന രീതിയിലായിരിക്കണം. അവരിൽ എന്തെങ്കിലും പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ അത്
പോസിബിലിറ്റീസ് തുറന്ന് കാണിച്ചു കൊടുക്കുന്ന രീതിയിൽ നമ്മൾ അവരോട് സംസാരിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് സ്റ്റെപ്പ് എടുക്കാനും മുന്നോട്ട് പോകാനായിട്ടും പറ്റും. അതുപോലെ തന്നെ ആത്മഹത്യ ചെയ്യാൻ തീരുമാനിച്ചിരിക്കുന്ന ഏതെങ്കിലും ഒരു ഈ വ്യക്തി ഇത് കേൾക്കുകയാണെങ്കിൽ നിങ്ങൾ ഒരു നല്ലൊരു വ്യക്തിയെ കണ്ടുപിടിച്ച് സംസാരിക്കുകയും എന്താണ് ഇനി എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും, കാരണം ഇങ്ങനെ ഇരിക്കുന്ന ഒരു സാഹചര്യത്തിൽ നമ്മുടെ മനസ്സൊരിക്കലും തുറക്കുകയോ അല്ലെങ്കിൽ നമുക്കത് അതിനപ്പുറം ചിന്തിക്കാനോ ഒന്നും പറ്റില്ല. കാരണം മരവിക്കും, മനസ്സൊക്കെ നമ്മുടെ ചിന്തകളൊക്കെ മരവിക്കും. അപ്പോൾ അതിനു വേണ്ടി ഒരാളുടെ ഹെൽപ്പ് ചോദിച്ചു ചെന്ന് കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിൽ നിന്ന് രക്ഷപ്പെടാനായിട്ട് സാധിക്കും. ഒന്ന് ആലോചിച്ച് നോക്കൂ, ഇയാളോട് റിവെഞ്ച് എടുത്തിട്ട് ഇയാളെ നമ്മൾ ആത്മഹത്യ ചെയ്യുകയാണെങ്കിൽ, അതായത് മറ്റേ ആളോടൊന്നും ചെയ്യാൻ പറ്റാത്ത രീതിയിൽ നമ്മൾ ആത്മഹത്യ ചെയ്യുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആർക്കാണ് നഷ്ടം? ആത്മഹത്യ ചെയ്യുന്നത് എനിക്ക് തന്നെയാണ് നഷ്ടം. കാരണം മറ്റേ ആൾ കുറച്ചാൾ കഴിയുമ്പോൾ ചിലപ്പോൾ ജയിലിലൊന്നും പോയില്ല എന്ന് വരും, കേസൊക്കെ മാറി അയാൾ സുഖസുന്ദരമായിട്ട് ജീവിതം നയിക്കും. അല്ലെങ്കിൽ അയാൾ പശ്ചാത്തപിച്ച് കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈവൻ സമൂഹം മുഴുവൻ അയാളെ സപ്പോർട്ട് ചെയ്യുകയും ചെയ്യും. അപ്പോൾ നഷ്ടപ്പെടുന്ന ആർക്ക്? നമ്മുടെ ജീവിതം നശിപ്പിക്കുന്ന നമുക്ക് മാത്രം. അയാൾ കുറച്ചാൾ ഇപ്പോൾ ഈ ആത്മഹത്യ ഈ അടുത്ത് നടന്ന ആത്മഹത്യ, കുഞ്ഞും ഒരു സ്ത്രീയും മരിച്ചുവല്ലോ. അപ്പോൾ അവരെ കുറച്ച് നാളൊക്കെ മീഡിയ അങ്ങനെ ഇട്ട് ഹരാസ് ചെയ്യും, കോർട്ടിൽ കയറി ഇറങ്ങും. കുറച്ചാൾ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കേൾക്കാം അയാളും ഇതുപോലെ കല്യാണം കഴിച്ച് സുഖമായിട്ട് എവിടെയെങ്കിലും ജീവിക്കുന്നുണ്ടാകുന്നു. അപ്പോൾ വേറൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.